ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി കണ്ടിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ജൂഡിത്ത് റൈറ്റ് എഴുതിയിട്ടുള്ള ദ കമ്പനി ഓഫ് ലവേഴ്സ് എന്ന പോയമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എബൌട്ട് ദ ഓതറിൽ ജൂഡിത്ത് റൈറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ പോയറ്റ് എന്നതിലപ്പുറം ഒരു എൻവയോൺമെൻ്റലിസ്റ്റും ഓസ്ട്രേലിയയിലെ ഇൻഡിജീനിയസ് പീപ്പിളിൻ്റെ അവരുടെ ഭൂമിയുടെ അവകാശ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമ്പയിനർ കൂടിയാണ് ജൂഡിത്ത് റൈറ്റ്. ദ മൂവിങ് ഇമേജ്, വുമൻ ടു മാൻ, ദ ഗേറ്റ് വേ, ദ അതർ ഹാഫ് തുടങ്ങിയവയാണ് ജൂഡിത്തിൻ്റെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ. ഇവരുടെ കൂടുതൽ പോയട്രികളും സാമൂഹിക പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ബേസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. കൂടാതെ റൈം, റിതം, ഇമേജറി തുടങ്ങിയവ ഉപയോഗിച്ച് ആ ഒരു പോയത്തിൻ്റെ റിയൽ ഇമോഷൻസും ഐഡിയാസും കവറപ്പ് ചെയ്തിട്ടാണ് ജൂഡിത്ത് എഴുതിയിരുന്നത്. ബിക്കോസ് ഡയറക്റ്റായിട്ട് സോഷ്യൽ ഇഷ്യൂസ് തുറന്ന് പറഞ്ഞാൽ മേ ബി ലൈഫ് തന്നെ ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെ പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റിയലായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ കവറപ്പ് ചെയ്തിട്ടാണ് പോയം എഴുതിയിരുന്നത്. അങ്ങനെ സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇൻഡയറക്റ്റായിട്ട് കവിതകളിൽ എഴുതി ലോകമെമ്പാടും എത്തിക്കാൻ ജൂഡിത്ത് റൈറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പോയത്തിലേക്ക് നോക്കുന്ന സമയത്ത് 1946 ദ കമ്പനി ഓഫ് ലവേഴ്സ് പബ്ലിഷ് ചെയ്തത്. ജൂഡിത്ത് റൈറ്റ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത് വേൾഡ് വാർ 2 സമയത്താണെന്ന് ഈ ഒരു വർഷം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വേൾഡ് വാർ 2 ഇൻഫ്ലുവൻസും അതിൻ്റെ ഇമ്പാക്റ്റും ഒക്കെ തന്നെ ഈ ഒരു കവിതയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 2 കാര്യങ്ങളാണ് കവിതയിൽ നമ്മുടെ ജൂഡിത്ത് റൈറ്റ് പറഞ്ഞിരിക്കുന്നത്. ലവ് ആൻഡ് ഡെത്ത് ആണത്. കവിതയ്ക്ക് 2 സ്റ്റാൻസയാണ് ഉള്ളത്. ആദ്യത്തതിൽ ലവിനെ കുറിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനും ഒരു കപ്പിൾസിനുള്ളിൽ ഉണ്ടാകുന്ന അവരുടെ ആഗ്രഹവും അവരുടെ അഭിലാഷങ്ങളെയൊക്കെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ സ്റ്റാൻസയിൽ പെട്ടെന്നുള്ള ഒരു മരണം, അത് ഏതെങ്കിലും ഒരാളുടെ മരണം നമ്മളിൽ നിന്ന് ഇഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചും പറയുന്നു. അതായത് ഒരു മരണത്തിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടുന്നോ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് രണ്ടാമത്തെ സ്റ്റാൻസയിൽ ജൂഡിത്ത് റൈറ്റ് പറയുന്നത്. ഇനി നമുക്കൊരു ലൈൻ ബൈ ലൈൻ സമ്മറി പോലെ നോക്കാം. ആദ്യത്തെ വരിയിൽ തന്നെ കവിതയുടെ തീമായിട്ടുള്ള ലവിനെ കുറിച്ചിട്ട് പറയുന്നു. അല്പസമയം മാത്രമുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തെയും അവൻ്റെ ലവിനെയും കുറിച്ചാണ് നമ്മുടെ ജൂഡിത്ത് റൈറ്റ് പറയുന്നത്. പോയത്തിലെ സ്പീക്കറും അവരുടെ കൂടെ ഉണ്ടായിരുന്ന കമ്പനീസും ഒരു ലോസ്റ്റ് കമ്പനിയാണെന്ന് പറയുന്നു. ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ വെച്ച് അവർ ഇടക്കിടക്ക് കണ്ടുമുട്ടുകയും വേർപിരിയുകയും ചെയ്യുന്നുവെന്ന് സ്പീക്കർ പറയുന്നത് കാണാം. ഇവിടെ നമുക്ക് വേൾഡ് വാർ 2 ഒരു പിക്ചർ കാണാൻ വേണ്ടി പറ്റും. ലോകമെമ്പാടുമുള്ള സോൾജിയേഴ്സും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഈ ഭൂമിയുടെ ഓരോ ഭാഗങ്ങളിലേക്ക് യുദ്ധത്തിനായിട്ട് പോകുന്ന സമയത്തുള്ള ആ ഒരു വേർപിരിയൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കർ ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ ഒരു യുദ്ധത്തിൻ്റെ കാഠിന്യം കൊണ്ട് നാട് വിടേണ്ടി വന്നപ്പോഴുള്ള ഒരു അവസ്ഥയുമാവാം ഈ ഒരു ലോസ്റ്റ് കമ്പനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു യുദ്ധമുള്ള സ്ഥലത്തൊക്കെ പോയി പെട്ടെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഉപേക്ഷിച്ചിട്ട് ചിലപ്പോൾ മരിക്കേണ്ടി വരും. ചിലപ്പോൾ ഈ യുദ്ധത്തിൽ ഈ സോൾജിയേഴ്സ് അവരെ സാധാരണ ജനങ്ങളെ തട്ടിക്കൊണ്ടുപോകും, പിടിച്ചുകൊണ്ടുപോകും. അങ്ങനെ പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ട ഒരാളാവാം ഈ ഒരു ലോസ്റ്റ് കമ്പനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വി ദ ലോസ്റ്റ് കമ്പനി എന്ന ലൈൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അത് സ്പീക്കറും വേർപിരിഞ്ഞ തൻ്റെ പ്രിയപ്പെട്ടതിനോടുമുള്ള കണക്ഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് കാണിക്കുന്നു. നെക്സ്റ്റ് ലൈനിൽ രാത്രിയിൽ സ്പീക്കറും തൻ്റെ പ്രിയപ്പെട്ടവരും ഒരുമിച്ചിരിക്കുന്ന ആ ഒരു മനോഹരമായ സമയത്ത് തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും തലവേദനകളും ഒക്കെ മറന്നിട്ട് ഒരു ഹാപ്പിനെസ്സിലേക്ക് പോകുന്നു. ആ ഒരു കാര്യമാണ് ആ ഒരു ലൈനിൽ പറയുന്നത്. നെക്സ്റ്റ് ലൈനിൽ പറയുന്നത് ഈ ഒരു വരിയിലൂടെ ചിലപ്പോൾ കാണിക്കുന്നത് ഒരു കപ്പിൾസ് തമ്മിലിരിക്കുന്ന സമയത്തുള്ള ആ ഒരു സിറ്റുവേഷൻ ആവാം. ഒരു 2 കപ്പിൾസ് ഇരിക്കുന്ന സമയത്ത് അവരുടെ ജീവിത പ്രശ്നങ്ങളും അവരുടെ സാഹചര്യങ്ങളൊക്കെ മറന്നിട്ട് ഒരു ഹാപ്പിനെസ്സിലിരിക്കില്ലേ, ചിലപ്പം അതാവാം. അല്ലെങ്കിൽ ഒരു സോൾജിയർ ഒരു ദിവസം മുഴുവൻ യുദ്ധം ചെയ്തിട്ട് തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒപ്പം ഇരിക്കുന്ന കാര്യങ്ങളുമാവാം ഈ ഒരു ലൈനിലൂടെ പറയുന്നത്. നമുക്ക് ഈ ഒരു കവിത എങ്ങനെ വേണമെങ്കിലും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നെങ്കിൽ ഒരു കപ്പിൾസിൻ്റെ ആ ഒരു ഇതിൽ, അല്ലെങ്കിൽ ഒരു സോൾജിയറിൻ്റെ ഒരു ഇതിൽ. നെക്സ്റ്റ് ലൈനിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രതയും അവരുടെ റിലേഷൻ്റെ അടുപ്പത്തെയും കുറിച്ചാണ് പറയുന്നത്. ചില ബന്ധങ്ങൾ 2 ശരീരമാണെങ്കിലും മനസ്സൊന്ന് എന്ന് പറയാറില്ലേ, ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്.
നെക്സ്റ്റ് ലൈനിൽ നമ്മുടെ സ്പീക്കർ പ്രാധാന്യമുള്ള ഒരു കാര്യം കണ്ടുപിടിക്കുന്നതിനായിട്ട് അവൻ്റെ പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിക്കുന്നു. ഇവിടെ നമുക്കൊരു സോൾജിയർ തൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് സ്വന്തം പ്രിയപ്പെട്ടവരൊക്കെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ രാജ്യത്തിന് വേണ്ടി പോരാടാൻ പോകുന്ന ഒരു ചിത്രം ഇവിടെ കാണാം. നമ്മുടെ പിക്കറ്റ് 43-ൽ പൃഥ്വിരാജിൻ്റെ അവസ്ഥ, ആ പൃഥ്വിരാജ് നടന്നു പോകുന്ന ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ ഓർത്താൽ ആ ഒരു കാര്യം നമുക്ക് കിട്ടും. അതൊക്കെ സിനിമ, പക്ഷേ റിയൽ ലൈഫിലുള്ള സോൾജേഴ്സിൻ്റെ അവസ്ഥ അതിലും ഭയാനകമാണെന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു ലൈനൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ പട്ടാളക്കാരെങ്കിലും കുറച്ച് പേർക്കെങ്കിലും മനസ്സിലേക്ക് ഓർമ്മ വന്നതാണ് അല്ലേ. നെക്സ്റ്റ് ലൈനിൽ 1 എന്ന വേർഡ് റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നത് കാണാം. അതിലും മുകളിൽ പറഞ്ഞ ആശയം തന്നെയാണ് ഉള്ളത്. ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ച് ഒരു കാര്യം മാത്രമായിരിക്കും അവന് പ്രിയപ്പെട്ടതായിട്ടുണ്ടാവുക, അതവൻ്റെ മാതൃരാജ്യമായിരിക്കും. ആ രാജ്യത്തോടും അവിടുത്തെ ജനങ്ങളോടുമുള്ള കണക്ഷനാണ് വീണ്ടും ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് ലൈനിൽ നമ്മുടെ പോയിറ്റ് നാരോ ഗ്രേവ്, അതായത് ശവക്കല്ലറകളെക്കുറിച്ചുള്ള ഒരു ഇമേജറി കാണിക്കുന്നു. സ്പീക്കറിൻ്റെ ഉള്ളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുന്നു എന്ന് പറയാം. അതായത് അവർ ഇനി ഒരുമിച്ച് ഒരുപാട് സമയം ഉണ്ടാവില്ല, നമ്മൾ ഒരുമിച്ചുള്ള സമയം ഇനി വളരെ ലിമിറ്റഡ് ആണെന്നുള്ള ചിന്ത സ്പീക്കറിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. മേ ബി ഇവിടെ ഒരു കാമുകൻ തൻ്റെ കാമുകിയെ പിരിയുമ്പോഴുള്ള സമയത്തുള്ള ആ ഒരു അവസ്ഥ പിക്ചറൈസ് ചെയ്ത് നോക്കിയാൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിറം സിനിമയിൽ ലാസ്റ്റ് ഇല്ലേ, ശാലിനിയും കുഞ്ചാക്കോവും ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ആ ഒരു മൂവി സീൻ ഓർത്താൽ മതി, അത് നമുക്ക് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു മീനിങ് അല്ലാതെ നമുക്കൊരു സോൾജിയർ തൻ്റെ അച്ഛനെയും അമ്മയുടെ അടുത്ത് നിന്ന് യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോഴുള്ള ഒരവസ്ഥ, നാട്ടിൽ വലിയ യുദ്ധം നടക്കുന്നു, താനൊരു സോൾജിയറാണ്, തൻ്റെ അച്ഛനും അമ്മയും പ്രിയപ്പെട്ടവരൊക്കെ ഉപേക്ഷിച്ചിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകണം, ആ ഒരു പോകുമ്പോഴുള്ള അവസ്ഥ അങ്ങനെയും നമുക്ക് ഓർമ്മിക്കാം ഈ ഒരു ലൈൻ നോക്കുന്ന സമയത്ത്. അതും അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് തൻ്റെ നാടിനെയും പ്രിയപ്പെട്ടവരൊക്കെ ഉപേക്ഷിച്ചിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരെ കുറിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥയെ നമുക്കിവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ആടുജീവിതമൊക്കെ ഇറങ്ങിയില്ലേ, നമ്മുടെ നജീബിൻ്റെ ഒക്കെ കാര്യം, അതോർത്താലും മതി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കാര്യത്തെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു പോയത്തിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് ലൈനിൽ മരണത്തിൻ്റെ റിയാലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തിൽ തൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവനും അവൻ്റെ 6 അടി മണ്ണും മാത്രമേ അവന് സ്വന്തമായിട്ടുണ്ടാവുകയുള്ളൂ എന്നൊരു യൂണിവേഴ്സൽ ട്രൂത്താണ് ഇവിടെ കാണിക്കുന്നത്. മരണത്തിന് മുമ്പ് ഭൂമിയിലുണ്ടാകുന്ന സമയത്ത് നല്ല ബന്ധങ്ങളും നല്ല ശീലങ്ങളും നല്ല സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ടാക്കി ജീവിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു വരികൾ. നെക്സ്റ്റ് ലൈനിലും മരണത്തിലൂടെ ഒരാൾക്ക് ഉണ്ടാകുന്ന നഷ്ടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അടുത്ത വരിയിൽ മരണം നമ്മുടെ സ്പീക്കറിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ ഉണ്ടെന്ന് പറയുന്നു. ഈ ഒരു കാര്യം നമ്മുടെ സ്പീക്കറിൽ ചെറിയൊരു പേടി ജനിപ്പിക്കുന്നുണ്ട്. താനിപ്പോൾ പെട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും തിരികെ വരാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളുടെ ചിത്രം ഇവിടെ നമുക്ക് കാണാം. നമ്മുടെ സോൾജിയേഴ്സിൻ്റെ ഒക്കെ കാര്യം അങ്ങനെയാണല്ലേ, അവരുടെ ജീവൻ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. എപ്പോഴും അവന് ചുറ്റും കുറേ കഴുകന്മാരുടെ കണ്ണുകൾ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ലൈനിൽ നമ്മുടെ സ്പീക്കർ അടുത്ത മണിക്കൂറുകളിൽ ജീവനോട് ഉണ്ടാകുമോ എന്ന് ഓർത്തപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രസൻസിൽ കുറച്ചുകൂടി അധിക സമയം ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് നമ്മളെ വിട്ടിട്ട് പോവുകയാണെന്ന് തോന്നുമ്പോൾ നമ്മൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത വരിയിൽ സ്പീക്കറിൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു സുരക്ഷിതത്വവും കംഫർട്ടും ഉണ്ടെന്ന് പറയുന്നു. നമ്മളും അങ്ങനെയല്ലേ, നമ്മുടെ പ്രിയപ്പെട്ടത് നമ്മുടെ കൂടെയുള്ള സമയത്ത് മറ്റൊരിടത്തും ഇല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് കിട്ടും. അതെന്തോ ഒരു മാജിക് ആണല്ലേ. അതൊക്കെ പോട്ടെ, അടുത്ത വരി നോക്കുന്ന സമയത്ത് ഒരാൾക്ക് നഷ്ടത്തിൻ്റെ വേദന, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താണോ നഷ്ടപ്പെട്ടത് ആ ഒരു നഷ്ടത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രിയപ്പെട്ടത് ഉണ്ടായിരിക്കണം. അത്രയും ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടും പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്തെന്ന് ഈ ഒരു വരികളിലൂടെ ജൂഡിത്ത് റൈറ്റ് പറയുന്നു. നെക്സ്റ്റ് ലൈനിൽ ഡാർക്ക് പ്രെല്യൂഡ് എന്നത് കാണിക്കുന്നത് മരണത്തിൻ്റെ ഒരു കടന്നുവരവിനെയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ അവസാന അധ്യായമാണ് മരണം എന്നുള്ളത്. ആ ഒരു മരണത്തിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. നെക്സ്റ്റ് ലൈനിലും മരണം എന്നുള്ളത് സ്പീക്കറിന് ചുറ്റും റൗണ്ട് ചെയ്ത് നിൽക്കുന്നത് പറയുന്നത്.
ലാസ്റ്റ് ലൈനിൽ പ്രണയത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വരുന്ന മരണത്തിൻ്റെ ചിത്രമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മരണം എല്ലാത്തിൽ നിന്നുമുള്ളൊരു സെപ്പറേഷനാണല്ലേ. അതുപോലെ മരണമുണ്ടെന്നറിഞ്ഞാലും മരിക്കാത്ത ഒന്നാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ള പ്രണയം എന്ന് പറയുന്നത്. നാളെ എന്താണ് നടക്കുന്നത് എന്നറിയാതെ ജീവിക്കുന്നത് നമ്മൾ ഇന്ന് ആരെയും ദ്രോഹിക്കാതെ ജീവിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. ഈ ഒരു മീനിങ് ആണ് ഈ ഒരു കവിതയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. പ്രണയിക്കുന്ന കപ്പിൾസ് പിരിയുമ്പോഴുള്ള കാര്യങ്ങളും അവരുടെ ഇടയിലേക്ക് വരുന്ന മരണവും അവരുടെ ദുഃഖങ്ങളും ഒക്കെ കുറിച്ചാവാം ജൂഡിത്ത് റൈറ്റ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പോയം എഴുതിയിരിക്കുന്ന വർഷം വെച്ച് നോക്കുമ്പോൾ, അതായത് 1945-44 ആ ഒരു കാലഘട്ടങ്ങളിലായിരിക്കാം നമ്മുടെ ജൂഡിത്ത് റൈറ്റ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. സോ ഒരു ഓസ്ട്രേലിയൻ സോൾജിയർ തൻ്റെ പ്രിയപ്പെട്ടവരെയും നാടിനെയൊക്കെ വിട്ടിട്ട് യുദ്ധത്തിന് പോയി അവിടെ വെച്ചിട്ടൊരു വീരമൃത്യു വരിച്ച ആ ഒരു മരണത്തിൻ്റെ കഥ പറയുന്നതുമാവാം ഈ ഒരു പോയം കൊണ്ട് ജൂഡിത്ത് റൈറ്റ് ഉദ്ദേശിക്കുന്നത്. ഒരു സോൾജിയർ അവൻ്റെ ജീവിത അവസ്ഥകൾ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് വേൾഡ് വാർ 2ൻ്റെ ഇമ്പാക്റ്റാണ് കൂടുതലും ഈ ഒരു പോയത്തിൽ പ്രതിഫലിച്ച് കാണുന്നത്. നമുക്ക് കൂടുതലും ഈ ഒരു വേൾഡ് വാറിൻ്റെ ആ ഒരു ഫേസിൽ ഈ കവിതയെ നോക്കിക്കാണുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം അതിൻ്റെ സൂചനകൾ പോയത്തിൽ തന്നെ ജൂഡിത്ത് റൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡെത്ത് മാർഷൽസ് അപ്പ് ഹിസ് ആർമീസ് റൗണ്ട് us now, their footsteps crowd too near തുടങ്ങിയ വരികളിലൊക്കെ ഒരു മിലിറ്ററി ഇമേജറിയാണ് ജൂഡിത്ത് റൈറ്റ് കൊടുത്തിരിക്കുന്നത്. സോ ഒരു പട്ടാളക്കാരൻ്റെയും അവൻ്റെ കൂടെയുള്ള കമ്പാനിയൻ പട്ടാളക്കാരുടെയും വേൾഡ് വാർ 2ൻ്റെ സമയത്തുള്ള ആ ഒരു റിയൽ സിറ്റുവേഷനാണ് ഈ ഒരു പോയത്തിലൂടെ ജൂഡിത്ത് റൈറ്റ് കാണിക്കുന്നത്. അങ്ങനെ ഒരു വേൾഡ് വാറിൻ്റെയും ആ ഒരു സോൾജിയറിൻ്റെയും ആ ഒരു ബേസിൽ നമുക്ക് പോയം വായിക്കുന്ന സമയത്ത് വായനക്കാർക്കൊരു സാഡ് ഫീലിംഗ് ആണ് ഈ ഒരു പോയം നൽകുന്നത്. വേൾഡ് വാറിൻ്റെ റിയാലിറ്റിയെ വാക്കുകൾ കൊണ്ട് റീഡേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ ജൂഡിത്ത് റൈറ്റിന് 100% കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ജൂഡിത്ത് റൈറ്റിൻ്റെ പോയത്തിൽ കൂടുതലും കാണാൻ വേണ്ടി പറ്റുന്നത് സാമൂഹിക പ്രശ്നങ്ങളാണെന്ന്. സോ ഈ ഒരു പോയത്തിന് നമുക്കൊരു വാറിൻ്റെ ബേസിൽ തന്നെ നോക്കി കാണാൻ വേണ്ടി പറ്റും. ലവ് അല്ലെങ്കിൽ കപ്പിൾസിൻ്റെ ആ ഒരു വേർപിരിയലിനേക്കാളും ഒരു സോൾജിയർ തൻ്റെ ജീവൻ നമ്മുടെ നാടിന് വേണ്ടി കൊടുക്കുന്ന അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ചിട്ട് യുദ്ധത്തിന് പോകുന്ന ആ ഒരു തീമിൽ തന്നെ നമുക്ക് ഈ ഒരു പോയത്തിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.